ഏകം സദ്ഗുരും ഭരേ. ആറാമത്തെ സ്കന്ധമാണ് നമ്മൾ പ്രഭാഷണം ചെയ്തു വരുന്നു. അതിൽ അജാമിലോപാഖ്യാനത്തിന് ശേഷം ദക്ഷൻ്റെ ചരിത്രമാണ് വർണ്ണിക്കുന്നു. ശിവാപരാധം ചെയ്ത ദക്ഷൻ വീണ്ടും ശിവൻ്റെ ശിഷ്യന്മാരായ പ്രചേതസകളുടെ പുത്രനായി ജനിച്ചു. ഇപ്പോഴും ദക്ഷൻ എന്ന് തന്നെ പേര്. ദക്ഷൻ പറഞ്ഞാൽ എന്താ അർത്ഥം? സാമർഥ്യമുള്ളവൻ. അപ്പോൾ ഇപ്പോഴും നല്ല സാമർഥ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അസ്തൗഷീത് ഹംസമുഖ്യേന ഭഗവന്തം അധോക്ഷജം. വിന്ധ്യം പർവ്വതത്തിൻ്റെ തൊട്ടടുത്ത് ഒരു തീർത്ഥക്കുളമുണ്ട്. അഘമരുഷണം എന്നാണ് ആ തീർത്ഥക്കുളത്തിൻ്റെ പേര്. അവിടെ കുളിച്ച് ഹംസഗുഹ്യം എന്ന സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ 8 തൃക്കൈകളോട് ദർശനം കൊടുത്തു. സൃഷ്ടിക്കാനുള്ള സാമർഥ്യവും കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്നും സൃഷ്ടി സാമർഥ്യം നേടിയ ദക്ഷൻ അസിഗ്നി എന്ന പേരുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചു. തൻ്റെ യോഗശക്തി മൂലം 10,000 മക്കളെ സൃഷ്ടിച്ചു. പണ്ട് സൃഷ്ടി വേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് 10,000 മക്കളെ സൃഷ്ടിച്ചു. അവരുടെ പേരാണ് ഹരിയസ്വന്മാർ. അവരെ എല്ലാവരും നാരായണ സരസിൽ വന്ന് മുങ്ങി. തത്ര നാരായണ സരഹ തീർത്ഥം സിന്ധു സമുദ്രയോ സംഗമോ യത്ര സുമഹത്ത് മുനിസിദ്ധ നിഷേവിതം. മുത്തശ്ശന്മാർക്ക് തപസ് ചെയ്ത സ്ഥലം അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ അവിടെ വന്നു. സൃഷ്ടി ചെയ്യാൻ പുറപ്പെട്ട അവർ ആ നാരായണ സരസിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ എന്തായി? സൃഷ്ടി വേണ്ടാൻ തോന്നിപ്പോയി. തതുപസ്പൃശനാദേവ വിനിർധൂതമലാശയാഹ. ഭഗവാൻ ഏകാദശത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ എന്താണ് കാരണം? അത് 10 കാരണം പറയുന്നുണ്ട്. ആഗമോ അപപ്രജാദേശ കാല കർമ്മജ ജന്മച ധ്യാനം മന്ത്രോത സംസ്കാരോ ദശൈതേ ഗുണഹേതവ. ഒരേ കുടുംബത്തിൽ തന്നെ 2 കുട്ടികളുണ്ടാവും. ഒരു കുട്ടി അമ്പലത്തിൽ പോകും, വേറെ കുട്ടി സിനിമയ്ക്ക് പോകും. എന്താ ഇങ്ങനെ പോകുന്നു ചോദിച്ചാൽ, ഒരേ അച്ഛനമ്മയുടെ കുട്ടികളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലേ? അവർ കഴിക്കുന്ന ആഹാരം, അവർ കുടിക്കുന്ന വെള്ളം, അവർ വസിക്കുന്ന ദേശം. അതുകൊണ്ടാണ് ഭാരതദേശത്തിൽ വസിക്കണം. വിദേശത്തിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. പിന്നെ അവരെപ്പോലെ ആവണം തോന്നിപ്പോവും. അതുകൊണ്ടാണ് നല്ല ഭക്തന്മാർ ഇരിക്കുന്ന ദേശത്തിൽ വസിക്കണം. അതുപോലെ നല്ല ഗ്രന്ഥങ്ങൾ വായിക്കണം. നമ്മളിപ്പോൾ വിചാരിക്കണം ശുദ്ധമായ വെള്ളം കുടിക്കണം പറഞ്ഞാൽ കുപ്പിയിൽ കടയിൽ പോയി കുപ്പിയിൽ വാങ്ങി വെള്ളം കുടിച്ചാൽ ശുദ്ധമായ വെള്ളം നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ഇല്ല. ശുദ്ധമായ വെള്ളം പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും എടുത്ത് പിന്നെ അത് ചൂടാക്കി പിന്നെ കുടിക്കുമ്പോഴാണ് അത് ശുദ്ധമാവും. ഇങ്ങനെ ആഗമോ അപഹ പ്രജാഹ ദേശ കാലഹ കർമ്മച്ച ജന്മച്ച. പിന്നെ അവരുടെ കർമ്മം കൊണ്ടല്ലേ ജനിക്കുന്നു. അവരുടെ കർമ്മം അനുസരിച്ച് ബുദ്ധി മാറും. പിന്നെ നമ്മൾ എന്താണ് കൂടുതൽ ചിന്തിക്കുന്നുവോ അതുമായിട്ട് മാറും. പിന്നെ നമ്മൾ ജപിക്കുന്ന മന്ത്രം, സാത്വികമായ ദേവൻ്റെ മന്ത്രം ജപിച്ചാൽ നല്ല സത്വഗുണം ഉണ്ടാകും. ചില ആളുകളുടെ ഭയങ്കരമായിരിക്കും, കണ്ണ് നോക്കുന്നതിന് പേടിയാവും. ഭദ്രകാളി മന്ത്രം ജപിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജപിക്കുന്ന മന്ത്രം അതുകൊണ്ട് നമ്മുടെ ബുദ്ധി മാറും. ധ്യാനം മന്ത്രോധ സംസ്കാര. അതിൽ ഈ മനസ്സ് ഇങ്ങനെ മാറാൻ കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളവും ഒരു കാരണമായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ നാരായണ സരസിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് സൃഷ്ടി വേണ്ടാൻ തോന്നി. സൃഷ്ടി വേണ്ടാൻ തോന്നിയപ്പോൾ അവിടെ നാരദൻ വന്ന് അവർക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. നദീം ഉഭയതോ വാഹാം പഞ്ചപഞ്ചാദ്ഭുതം ഗൃഹം തഥൈക പുരുഷം രാഷ്ട്രം വിലഞ്ച അതിരിട്ട നിർഗമം. 2 വശം ഓടുന്ന നദി കണ്ടിട്ടുണ്ടോ? കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 വശം ഓടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ സൃഷ്ടിയും പ്രളയവുമാണ്. ഇതേ സമയത്തിൽ എത്രയോ കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് 2 വശം പോകുന്ന നദിയാണ് ജനന മരണം. പിന്നെ 5-5 കെട്ടിയ ഒരു വീടുണ്ട്. ഏതാണ് 5 സാധനം കൊണ്ട് 5-5 കെട്ടിയ വീട് നമ്മുടെ ശരീരം തന്നെയാണ്. 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, പഞ്ചഭൂതങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ 5. അതാണ് പഞ്ചപഞ്ചാദ്ഭുതം ഗൃഹം. പിന്നെ സ്വയം കറങ്ങുന്ന ചക്രം, അത് ഏതാണെന്ന് ചോദിച്ചാൽ കാലചക്രം. കാലചക്രം ഭ്രമിസ്തീഷ്ണം. പിന്നെ പുമാംസം പുംസലീപതി. ഒരു സ്ത്രീക്ക്
തൻ്റെ ഭർത്താവോട് മാത്രം ഇഷ്ടമില്ലേ, ബാക്കി കാണുന്ന എല്ലാവരുടെയും ഇഷ്ടം പ്രേമം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. ശരിക്കും ഭർത്താവോടാണ് ഇഷ്ടം വേണ്ടത്, ബാക്കി ആളോടും മര്യാദയോട് ജീവിക്കണം. അങ്ങനെ ഇല്ലാതെ ഭർത്താവോട് മാത്രം ഇഷ്ടമില്ല, പിന്നെ കാണുന്ന എല്ലാവരോടും ഇഷ്ടം തോന്നുന്ന സ്ത്രീ ആരാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നമ്മുടെ ബുദ്ധി തന്നെയാണ്. നമ്മുടെ ബുദ്ധിയുടെ ഭർത്താവ് ആത്മാവല്ലേ. ആത്മാവോട് മാത്രം ഇഷ്ടമില്ല. കാരണം ഫ്രിഡ്ജ്, ടി വി, അത് എന്തൊക്കെ കാണുമോ അത് വേണം ഇത് വേണം ഓടുന്ന നമ്മുടെ ബുദ്ധിയാണ് അങ്ങനെ ഉള്ളൊരു സ്ത്രീ. പുമാംസം പുംസലീപതിയും. ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ഇത് ആലോചിച്ച് അവർ കണ്ടുപിടിച്ചു. പിന്നെ നാരദൻ്റെ കയ്യിൽ നിന്നും ഹംസനാരായണ മന്ത്രം സ്വീകരിച്ചു. നമോ നാരായണായ പുരുഷായ മഹാത്മനെ വിശുദ്ധ സത്വജിജ്ഞായ മഹാഹംസായ ധീമഹി മന്ത്രം ഉപദേശം സ്വീകരിച്ച് അവർ തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു. ആദ്യത്തെ ഉണ്ണികൾ ഇങ്ങനെ സന്യാസമാർഗത്തിലേക്ക് പോയല്ലോ വിചാരിച്ച് ദക്ഷൻ വീണ്ടും ഒരു 10,000 മക്കളെ സൃഷ്ടിച്ചു. ഇവരുടെ പേരാണ് ശബളാശ്വന്മാർ. ഇവരും അതേപോലെ നാരായണ സരസിലെത്തി അവിടുത്തെ വെള്ളം കുടിച്ചു. സൃഷ്ടി വേണ്ടാന്ന് തോന്നി. അപ്പോൾ നാരദൻ അവർക്കും മന്ത്രോപദേശം കൊടുത്തു. അവരെയും സന്യാസിയാക്കി. അപ്പോൾ ദക്ഷിണക്ക് ദേഷ്യം വന്നു. നാരദനെ ശപിച്ചു, ഒരു സ്ഥലത്തിൽ നിൽക്കാതെ എപ്പോഴും ചുറ്റിക്കൊണ്ടേ നടക്കണം. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം. എന്താ കാരണം, ഇങ്ങനെ ചുറ്റി നടന്നാലേ എല്ലാ ദിക്കിലും ഭാഗവത സപ്താഹം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. സന്തോഷം. ശാപം കിട്ടിയപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതാണ് ഇത് നാരദൻ്റെ ഒരു പെരുമ. ഏതാവാൻ സാധുവാദോഹി തിക്ഷേത ഈശ്വര സ്വയം. നമ്മളാരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ അങ്ങോട്ട് ചീത്ത വിളിച്ചാൽ നമ്മൾ ഭാഗവതരായിട്ടില്ല. ആര് എന്ത് പറഞ്ഞാലും അത് മൗനമായിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ് ശുദ്ധ ഭാഗവതന്മാർ. ഏതാവാൻ സാധുവാദോഹി. നാരദൻ അങ്ങോട്ട് തിരിച്ച് ശപിക്കാതെ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനുശേഷം ദക്ഷൻ 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. അവർ മൂലമാണ് പിന്നെ സൃഷ്ടി വർദ്ധിച്ചു. അതിൽ 27 പേര് നക്ഷത്ര ദേവതകളെ ചന്ദ്രനക്ക് കൊടുത്തു. ഒരു 13 പേരെ കശ്യപനക്ക് കൊടുത്തു. ഇങ്ങനെ പല ആൾക്കാർക്ക് കൊടുത്ത് ആ സൃഷ്ടി വർദ്ധിപ്പിച്ചു. അത് കൂടുതൽ സൃഷ്ടി വർദ്ധിപ്പിച്ചത് കശ്യപനാണ്. കശ്യപൻ്റെ 13 ഭാര്യയിൽ നിന്നാണ് ദേവന്മാരും അസുരന്മാരും പശുക്കളും പക്ഷികളും പിന്നെ ലോകത്തിൽ കാണുന്ന എല്ലാ സൃഷ്ടിയും കശ്യപൻ്റെ സൃഷ്ടിയിലാണ്. നാഗറുകളും ഗരുഡറുകളും. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് പശ്യകൻ എന്നാണ് പേര്. കശ്യപോ ഭവത് എന്നാണ് വേദം പറയുന്നത്. എല്ലാ ദിക്കിലും ഭഗവാനെ കാണുന്ന ആളാണ് പശ്യകൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മക്കളാണ് പാമ്പുകൾ, വേറൊരു ഭാര്യയുടെ മക്കളാണ് ഗരുഡന്മാർ. സ്വയം സ്വന്തം മക്കൾ പരസ്പരം ഭക്ഷിക്കുന്നത് കാണുമ്പോൾ ദുഃഖം അദ്ദേഹത്തിന് വന്നിട്ടില്ലേ? എന്താ കാരണം? ശരീരമേ നശിക്കുള്ളൂ, ആത്മാ നശിക്കുന്നില്ലേ? അങ്ങനെ ജ്ഞാനമുള്ള ആളാണ്, പശ്യകനാണ്. അത് പശ്യകനാണ്. നമ്മൾ കശ്യപൻ എന്ന് മാറ്റി പറയും. അതിൽ 33 ദേവന്മാർ, 11 രുദ്രന്മാരും 12 ആദിത്യന്മാരും 8 വസുക്കളും അശ്വിനി ദേവന്മാർ 2 പേരും, മൊത്തം 33 പേര്. അവരുടെ ഗണങ്ങളാണ് 33 കോടിയായിട്ട് നമ്മൾ വർണ്ണിക്കുന്നു. അതിൽ 12 ആദിത്യന്മാരിൽ ത്വഷ്ടാ പേരുള്ള ആദിത്യൻ അസുരന്മാരുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. രചന എന്നാണ് പേര്. അവർക്ക് 2 കുട്ടികളുണ്ടായി. സന്നിവേശസ്തയോർജ്ഞേ വിശ്വരൂപശ്ചവീര്യവാണ്. സന്നിവേശൻ, വിശ്വരൂപൻ എന്ന 2 കുട്ടികൾ. അതിൽ രണ്ടാമത്തെ ഉണ്ണിയായ വിശ്വരൂപൻ കുറച്ചു കാലം ദേവന്മാരുടെ ഗുരുനാഥനായി വർത്തിച്ചു. പറഞ്ഞപ്പോൾ പരീക്ഷിച്ച് ചോദിക്കുന്നു, ദേവന്മാരുടെ ഗുരുനാഥൻ വ്യാഴഭഗവാനല്ലേ? ഇവിടെ വിശ്വരൂപൻ ഗുരുനാഥനായി വരാൻ എന്താണ് കാരണം ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ദേവന്മാർ ഗുരുനാഥനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിട്ടില്ല. ദേവന്മാരുടെ ഗുരുനാഥൻ വ്യാഴഭഗവാൻ ഇന്ദ്രൻ്റെ സദസ്സിലെത്തിയപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ കണ്ടിട്ട് സ്വാഗതമെന്ന് പറയണം. സ്വാഗതം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, തല ഇങ്ങനെ ആട്ടിയാൽ മതി, വേറെ ഒന്ന് തല ആട്ടിയാൽ മതി. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. വീട്ടിൽ ആരെങ്കിലും വന്നാൽ തല പോലും ആട്ടാറില്ല. ഇന്ന് കാണിച്ചിട്ട് പിന്നെ ഇടിപെട്ടി നോക്കേണ്ടി വരും. സീരിയൽ കാണുന്ന സമയത്ത് വന്നാൽ പിന്നെ നമ്മൾ നോക്കാറില്ല.
അങ്ങനെ വരേണ്ടവർ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ബൃഹസ്പതി അന്തർധാന ശക്തി കൊണ്ട് മറഞ്ഞുപോയി. അപ്പോൾ അസുരന്മാർ യുദ്ധത്തിന് വന്നു, ദേവന്മാരൊക്കെ തോറ്റു. പിന്നെ ബ്രഹ്മാവോട് സങ്കടം പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞു, ഗുരു ഇല്ലാതെ ജീവിക്കാൻ പാടില്ല. നമ്മളൊക്കെ ഫാമിലി ഡോക്ടർ, ഫാമിലി ജോസ്യൻ, ഇവർക്ക് ഫാമിലി വൈദ്യൻ ജോസ്യനൊക്കെ വെച്ചിട്ടുണ്ട്. ഫാമിലി ഗുരുനാഥൻ നമ്മൾ വെച്ചിട്ടില്ല. നമ്മുടെ ഫാമിലിക്ക് ഒരു ഗുരുനാഥൻ വേണം. കാരണം ശരീരത്തിൽ ബാധ വരുമ്പോൾ നോക്കാൻ ഒരു ഫാമിലി വൈദ്യൻ പോലെ, മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പറഞ്ഞിട്ട് നമുക്ക് ഒരു പരിഹാരം നേടാൻ ഒരു ഫാമിലി ഗുരുനാഥൻ ആവശ്യമാണ്. അപ്പോൾ ഗുരു ഇല്ലാതെ ജീവിക്കാൻ പാടില്ല. തത്കാലം വിശ്വരൂപണ ഗുരുനാഥനായി സ്വീകരിച്ചോളൂ പറഞ്ഞ് വിശ്വരൂപൻ്റെ അഡ്രസ്സ് കൊടുത്തു. ദേവന്മാർക്ക് വിശ്വരൂപൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ ശിഷ്യനായി സ്വീകരിക്കണം, ഞങ്ങളെ ശിഷ്യരായി സ്വീകരിക്കണം പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ആദ്യം. ഇതാ കാരണം ശിഷ്യന്മാർ കൂടുതലാകുമ്പോൾ എന്താവും, ഗുരുനാഥന്മാർക്ക് പാപം കൂടുതലാവും. ശിഷ്യപാപം ഗുരുവും വ്രജയിത്ത്, ശിഷ്യന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് ഗുരുനാഥനക്ക് എത്തിച്ചേരും. അപ്പോൾ ഗുരുനാഥൻ കൂടുതൽ നാമം ജപിക്കണം. കാരണം ശിഷ്യന്മാർ ദക്ഷിണ കൊടുക്കുമ്പോൾ അവർ പാപമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും നേരിട്ട് കൊടുക്കാറില്ല, ഒരു കവരുടെ ഉള്ളിൽ വയ്ക്കുന്നു പൈസ. എന്താ കാരണം എൻ്റെ പാപം വേറെ നോക്കാണ്ട കൊടുക്കുന്നു. എന്തായാലും അങ്ങനെ ദക്ഷിണ മേടിക്കുമ്പോൾ പാപമാണ് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ സ്വീകരിക്കില്ല പറഞ്ഞപ്പോൾ, കുറച്ചു കാലം നിങ്ങളുടെ ഗുരുനാഥനായി വർത്തിച്ചാൽ മതി പ്രാർത്ഥിച്ചപ്പോഴാണ് കുറച്ചു കാലം അവരുടെ ഗുരുനാഥനായി ഇരുന്ന് നാരായണ കവചം എന്ന മഹാമന്ത്രം ഉപദേശം കൊടുത്തു. 6ാമത്തെ സ്കന്ധം 8ാമത്തെ അധ്യായമാണ് നാരായണ കവചം. ഹരിർ വിദധ്യാം മമ സർവരക്ഷാം